കുറേ സാറിൻ്റെ കുറേ യൂട്യൂബ് വീഡിയോസ് തന്നെ ഞാൻ കുറേ കണ്ട്. അപ്പോൾ അതിൽ തന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിരുന്നു. ഇപ്പം ഫോർമുലാസ് എല്ലാം വെച്ചിട്ട് എങ്ങനെയെല്ലാം ഈ ഒരു സംഭവം ആവറേജ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം അത് കണ്ടുപിടിക്കേണ്ടെന്നാണ് അന്നേരം എനിക്ക് മനസ്സിലായി ഓരോ അറ്റംപ്റ്റ് നടത്തുമ്പോൾ നമുക്ക് നമ്മളെ വീക്ക് സ്പോട്ട് ഏതെല്ലാം മനസ്സിലാവും. സ്പോർട്സ്മാൻ ആയിക്കോട്ടെ, ഒരു മ്യൂസീഷ്യൻ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അവരെ ഒരു പ്രോഗ്രാം നടത്തി കഴിയുമ്പോഴായിരിക്കും അവരെ ഏതെല്ലാം വീക്ക് സ്പോട്ട്സ്. ഓക്കെ, ഇന്ന ഏരിയയിൽ ഞാൻ ലാക്ക് ചെയ്യുന്നു, ഇന്ന ഏരിയയിൽ എനിക്ക് കുറച്ചും കൂടി കോൺസെൻട്രേഷൻ കൂട്ടണം. അപ്പോൾ ആ ഏരിയയിൽ ഞാൻ കുറച്ചും കൂടി കോൺസെൻട്രേഷൻ കൂട്ടി. I+ൽ ചേർന്ന സമയത്താണ് എനിക്ക് ആ ഒരു ടൈം, ആ ഒരു 1 hour എന്നൊരു ക്ലാസ്, അത് കൃത്യം ആ 1 hourൽ തന്നെ ആ ഒരു അവറിൽ തന്നെ എല്ലാം കാര്യങ്ങളും ഒറ്റ മിനിറ്റ് പോലും കുറക്കാണ്ട് ആ 1 hour ആയിട്ട് തന്നെ അതിലേക്ക് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാൻ I+ സഹായിച്ചു. ഹായ് എവരിവൺ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നിവേദാണ്. സ്വാഗതം നിവേദ്. താങ്ക് യു സർ. ജൂൺ 2025 ഇംഗ്ലീഷിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തത്. ഈ ഒരു ജേർണി എത്രാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? സോ ഇതിൻ്റെ 4th attempt ആയിരുന്നു. ഞാൻ PG ചെയ്യുമ്പം ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അറ്റംപ്റ്റ്സ് എല്ലാം നടത്തുന്നത്. ഈ 2025 PG കംപ്ലീറ്റ് ആയത്. സോ ആ ലാസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ, അതായത് PG കംപ്ലീറ്റ് ആകുന്ന ആ ഒരു സമയം തന്നെ അത് ലാസ്റ്റ് അറ്റംപ്റ്റ് ആക്കി. എന്തായാലും അതന്നെ ആ ഒരു സമയം തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് എന്തോ ഭാഗ്യമാണ്. എങ്ങനെയായിരുന്നു ഈ പ്രിപ്പറേഷൻ ജേർണി? ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയകളൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്തു, പ്രത്യേകിച്ച് PG പഠനത്തോടൊപ്പം? അതായത് 2 തവണ ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രിപ്പയർഡേ ആയിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ പാരൻസ് പറഞ്ഞു നെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്, അത് ഇൻട്രൊഡ്യൂസ് അവരെ ചെയ്തു തരണം. അപ്പോൾ അവരും പിന്നെ കോളേജ് മേറ്റ്സും, അപ്പോൾ അവർ രണ്ടാളും പറഞ്ഞുകൊണ്ടാണ് ഈ നെറ്റ് എന്താണെന്ന് അറിഞ്ഞത്, അതിൻ്റെ വാല്യൂ എന്താണെന്ന് ഞാൻ അറിഞ്ഞത് ആ ഒരു സമയത്താണ്. അപ്പോൾ 2 തവണ ഫ്രണ്ട്സ് എല്ലാം പോകുന്നുണ്ട് ഒരു കാഷ്വലായിട്ട്. കാരണം PGൻ്റെ ഒരു പ്രഷറും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അത് എനിക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ ഒരു സമയം. അതുകൊണ്ട് ജസ്റ്റ് ആ ഒരു നെറ്റ് എന്താണെന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിലെ കാര്യങ്ങൾ എന്താണ്, നെറ്റിന് എന്തെല്ലാം പഠിക്കേണ്ടത്, അത് ജസ്റ്റ് ഒരു ഫെമിലറൈസ് ആവാൻ വേണ്ടിയിട്ട് ആ സമയം അറ്റംപ്റ്റ് ചെയ്തു. പക്ഷേങ്കിൽ 2ാമത്തെ തവണയാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടി ഇത് സീരിയസ് ആയിട്ട് ഞാൻ എടുത്തത്, അപ്പോൾ പഠിക്കാനുള്ള തുടങ്ങിയത്. അപ്പോൾ 2ാമത്തെ തവണ ഞാൻ ബുക്സ് വാങ്ങിച്ചു. മീൻസ് പേപ്പർ 1 പേപ്പർ 2 ബുക്സ് വാങ്ങിച്ചു. എന്നിട്ട് അതിൻ്റെ രീതിയിലുള്ള ഒരു ചെറുതായിട്ടൊരു സ്ട്രക്ചർ കിട്ടി. പക്ഷേങ്കിൽ പിന്നെ ഞാൻ I+ ചേരുന്നത് എന്നേരമാണ് എനിക്കൊരു ആക്ച്വലി ഓക്കെ, മീൻസ് ഈ നെറ്റ് എന്ന് പറയുമ്പോൾ വാരി വലിച്ച് പഠിച്ചിട്ടൊന്നും കാര്യമില്ല. അതിൽ ഇന്ന കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പഠിക്കണം, വാരി വലിച്ച് എല്ലാം പഠിക്കണം. കാരണം നെറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ ഇല്ല ശരിക്കും പറഞ്ഞാൽ, അത് കുറേ പഠിക്കാനുണ്ട്. പക്ഷേങ്കിൽ എന്നാൽ പോലും നമ്മൾ ഓരോ ഏരിയാസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയാസ് എന്തെല്ലാമാണ് I+ എന്ന് എനിക്ക് അത് കിട്ടി. അതുകൊണ്ടാണ് ആ ഒരു ഇതിൽ നിന്ന് എനിക്ക് 4th attempt അത് വിജയിക്കാൻ പറ്റി. അപ്പോൾ PGയുടെ കൂടെ പഠിച്ചെടുത്ത ചലഞ്ചുകളെ പറ്റി പറഞ്ഞു. ഈ വർക്ക് ലോഡ്, അധ്യാപകർ പഠിപ്പിക്കുന്ന അക്കാഡമിക് ആയിട്ടുള്ള PGയുടെ കാര്യങ്ങളുണ്ടാവും. അതിനോടൊപ്പം നെറ്റും പഠിച്ചെടുക്കാനായിട്ട് ഒരു വില്ലിങ്നെസ് കാണിച്ചു, അത് സക്സസ്സിലേക്ക് എത്തുകയും ചെയ്തു. എങ്ങനെയായിരുന്നു ഈ ടൈം മാനേജ് ചെയ്തത്? അപ്പോൾ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു PGൻ്റെ ഒരു, ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങൾ കൊണ്ട് PGയിൽ തന്നെ നല്ല ബേർഡൻ ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ എടുക്കുമ്പോൾ നല്ലോണം ബേർഡൻസ് ഉണ്ടായിരുന്നു. കുറേ അസൈൻമെൻറ്റ്സ്, കുറേ ക്ലാസ്സസ് എടുക്കേണ്ട വന്നിന്, ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാംസിലുണ്ടായിരുന്നു. അപ്പം ടൈം മാനേജ്മെൻറ്റ് അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ശരിക്കും ആ സമയത്ത്. അപ്പം ഞാൻ രാത്രിയുള്ള ദിവസങ്ങളിലാണ് ഈ ഒരു സംഭവം പഠിക്കാറ്. ബാക്കിയുള്ള സമയം ഒബ്വിയസ്ലി കോളേജസിലായിരുന്നു, അവിടെയാവും. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ അവിടെ ചിലവഴിക്കണം. ചില സമയം രാത്രികളും അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇങ്ങനെ ഫ്ലോയിൽ പോകും. കാരണം ഞാൻ പറഞ്ഞല്ലോ അസൈൻമെൻറ്റ്സ് ഉണ്ട്, ക്ലാസ്സസ് എടുക്കുന്നുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലാവും. പിന്നെ ഞാനൊരു 1 മണിക്കൂർ വെക്കാൻ തുടങ്ങി. ദാറ്റ്സ് ലൈക്ക് 3rd attempt ആയിരുന്നു ഞാനിപ്പോൾ പറയുന്നത്. അതിൽ ജസ്റ്റ് 1 മണിക്കൂർ ഇങ്ങനെ വെച്ച്, ചില സമയം 1 മണിക്കൂർ ഉണ്ടാവാറില്ല. കാരണം PG അത് കംപ്ലീറ്റ് ചെയ്യേണ്ട ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും വെച്ചിട്ട് ചില സമയം 1/2 മണിക്കൂറിലാവാറുണ്ട്. പിന്നെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അത് 4th attempt, ആ 3rd attempt എനിക്ക് കിട്ടിയില്ല. അപ്പോൾ 4th attempt ചെറിയ മാർക്കിന് മിസ്സായി പോയി. അപ്പം ശരിക്കും ചെറിയ മാർക്കല്ല, ശരിക്കും കുറച്ച് വലുത മാർക്കിൽ തന്നെ. 3rd attempt നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലേ? പക്ഷേങ്കിൽ
ആ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിയാൽ ആദ്യത്തെ ഇങ്ങനെ അപ്ഗ്രേഡായി പോകുമായിരുന്നു ചെയ്തത്. അപ്പോൾ തേർഡ് അറ്റംപ്റ്റിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഈസി പരീക്ഷയായിരുന്നു ആ സമയം. ആ സമയം ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു അറ്റംപ്റ്റിൽ കിട്ടുമായിരിക്കുക നല്ല. പക്ഷേങ്കിൽ ആ സമയം എക്സാം വളരെ ഈസി ആയതുകൊണ്ട് കൂടി കട്ട് ഓഫ് വളരെ കൂട്ടിക്കളഞ്ഞു. അപ്പോൾ ആ ഒരു സമയം ലിറ്റിൽ ബിറ്റ് കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോയി. എങ്ങനെ തിരിച്ചെത്തി ട്രാക്കിലേക്ക്? പിന്നെ ഞാൻ തിരിച്ചെത്തിയെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് മനസ്സിലായി ഓരോ അറ്റംപ്റ്റ് നടത്തുമ്പോൾ നമുക്ക് നമ്മളെ വീക്ക് സ്പോട്ട് ഏതെല്ലാം മനസ്സിലാവും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്പോർട്സ്മാൻ ആയിക്കോട്ടെ, ഒരു മ്യൂസീഷ്യൻ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അവരെ ഒരു പ്രോഗ്രാം നടത്തി കഴിയുമ്പോഴായിരിക്കും അവരെ ഏതെല്ലാം വീക്ക് സ്പോട്ട്സ്. ഓക്കെ, ഇന്ന ഏരിയയിൽ ഞാൻ ലാക്ക് ചെയ്യുന്നു, ഇന്ന ഏരിയയിൽ എനിക്ക് കുറച്ചും കൂടി കോൺസെൻട്രേഷൻ കൂട്ടണം. അപ്പോൾ ആ ഏരിയയിൽ ഞാൻ കുറച്ചും കൂടി കോൺസെൻട്രേഷൻ മെഡിക്കൽ. അതായത് തേർഡ് അറ്റംപ്റ്റിൽ ചില കാര്യത്തിൽ ഇപ്പം മാത്സിലാണെങ്കിൽ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, അപ്പോൾ ആ ഒരു ഏരിയയിൽ കുറച്ച് എനിക്ക് ലാക്ക് ചെയ്തു. പിന്നെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ആ ഒരു ബൈനറി ടു ഡിസിഷൻ കൺവേർഷൻസ് കാര്യങ്ങളും അതിലാണ് ഞാൻ വല്ലാണ്ട് തപ്പിയത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഞാൻ തുടങ്ങി. പിന്നെ പേപ്പർ 2 ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ ഞാൻ കൂടുതലും ലിറ്റററി ക്രിറ്റിസിസം അതിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ്. അതുകൊണ്ട് തന്നെ പി ജിയിലത്തെ ലാസ്റ്റിലത്തെ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഞാൻ പി ജിയിലത്തെ ലാസ്റ്റിലത്തെ ആ ഒരു റിസർച്ച് അത് ലിറ്റററി ക്രിറ്റിസിസം വെച്ചിട്ടുള്ള റിസർച്ച് ആക്കി. അതായത് ഞാൻ മിഷേൽ ഫൂക്കോ, അപ്പോൾ ആ ഒരു വ്യക്തിൻ്റെ തിയറി എടുത്തിട്ടായിരുന്നു ഞാൻ ചെയ്തത്. ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പഠിക്കുന്നതിനോടൊപ്പം ലിറ്റററി ക്രിറ്റിസിസം കൂടുതൽ ഭംഗിയായിട്ട് പഠിക്കേണ്ടതുകൊണ്ട് പി ജിയോടൊപ്പം ഉള്ള പ്രോജക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ വർക്കുകൾ ആ ടോപ്പിക്കോട്ട് അലൈൻ ചെയ്യുന്ന രീതിയിൽ സെലക്ട് ചെയ്യാൻ നിവേദ ശ്രദ്ധിച്ചു. അതുമാത്രമല്ല, പലരും ഈ ഭയക്കുന്ന DIയും അതുപോലെ ബൈനറി കൺവേർഷനും ഒക്കെ ലാംഗ്വേജ് പഠിക്കുന്നവർക്ക് ഒരു ഡിഫിക്കൽട്ടി ഉള്ള ഏരിയ ആയിരിക്കും. എന്നാൽ അതിൽ നിന്ന് ഒളിച്ചോടുന്നതിന് പകരം കൂടുതൽ ടൈം നിവേദ അതിൽ സ്പെൻഡ് ചെയ്തു. ഒരു സ്പോർട്സിൻ്റെയും കീബോർഡ് മ്യൂസിക്കിൻ്റെയൊക്കെ ഉദാഹരണം ഞാൻ കണ്ടു. അതുമായിട്ട് എന്താ റിലേഷൻ? ഞാൻ ആക്ച്വലി സ്പോർട്സ് ആകുമ്പോൾ ഞാൻ കുറച്ച് നാളും ഫുട്ബോൾ കളിക്കും. ഫുട്ബോൾ കളിക്കും. പിന്നെ മ്യൂസിക് ആയിക്കോട്ടെ, മ്യൂസിക് ഫീൽഡിലാണെങ്കിൽ ഞാൻ കീബോർഡ് അത്യാവശ്യം അറിയാം, തബല അറിയാം, പിന്നെ കുറച്ച് അത്യാവശ്യം പാട്ടും പാടും. അപ്പോൾ നമ്മൾ വിനയമാണ്, എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പം തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് കുറച്ച് ഫുട്ബോൾ ജേഴ്സികളും കീബോർഡും മനോഹരമായിട്ട് അലങ്കരിച്ച കാസറ്റുകളൊക്കെ ഒട്ടിച്ചു വെച്ച ഭിത്തിയുള്ളൊരു റൂമും ഒക്കെ ആട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞത്. അങ്ങനെ പഠനം മാത്രം ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പഠിത്തത്തിൽ മാത്രം ഇരിക്കുന്നവർക്കാണ് നെറ്റ് JRF എന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. നല്ലൊരു എക്സാമ്പിളാണ് നമ്മുടെ മുന്നിൽ ഇവിടെയുള്ളത്. പഠിക്കുകയും സംഗീതം ആസ്വദിക്കുകയും കവറുകളൊക്കെ ചെയ്യാറുണ്ടല്ലേ, അതോടൊപ്പം സ്പോർട്സിൽ പങ്കെടുക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്നവർക്കും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ളത് കൂടി വലിയൊരു ഉദാഹരണമാണ് കേട്ടോ. ഒരുപാട് കുട്ടികൾക്ക് ഇതൊരു ഇൻസ്പിറേഷൻ ആവുമെന്ന് ഞാൻ കരുതുന്നു. എങ്ങനെയായിരുന്നു ഈ DI പോലെയുള്ള ഏരിയകളൊക്കെ ഹാൻഡിൽ ചെയ്തു? ഐഡൻറ്റിഫൈ ചെയ്തിട്ട് തിരുത്തിയെന്ന് പറഞ്ഞല്ലോ, അത് നിവേദ എങ്ങനെയാണ് ചെയ്തത്? പ്രാക്ടിക്കലായിട്ട് എന്താ ചെയ്തത് അതിനു വേണ്ടി? അതിൽ ഞാൻ കുറേ കാര്യങ്ങൾ വെച്ചാൽ, ഒന്നാമതെന്ന് വെച്ചാൽ കുറേ സാറിൻ്റെ കുറേ യൂട്യൂബ് വീഡിയോസ് തന്നെ ഞാൻ കുറേ കണ്ട്. അപ്പോൾ അതിൽ തന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിരുന്നു. ഇപ്പം ഫോർമുലാസ് എല്ലാം വെച്ചിട്ട് എങ്ങനെയല്ലാന്ന് ഈ ഒരു സംഭവം ആവറേജ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം അത് കണ്ടുപിടിക്കേണ്ടെന്നാണ് അന്നേരം എനിക്ക് മനസ്സിലായി. അപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വന്നത് +2. പക്ഷേങ്കിൽ എന്നിരുന്നാൽ കൂടി എനിക്ക് കുറച്ച് ഒരു മാത്സിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് കുറച്ച് ലാക്കായിരുന്നു ഞാൻ. അപ്പം ആ ഒരു ഇത് കൊണ്ട് തന്നെ എന്താണ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ പോലത്തെ കാര്യങ്ങളെല്ലാം ഞാൻ കുറച്ചും കൂടി കൂടുതൽ അതിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ കാൽക്കുലേഷൻ കുറച്ചും കൂടി ഈ നെറ്റ് പോലത്തെ എക്സാമിൽ ഫാസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ആക്ച്വലി ഞാൻ തേർഡ് അറ്റംപ്റ്റ് നടത്തുമ്പോൾ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ മാത്സെല്ലാം ചെയ്യുമ്പോൾ ടൈം എന്ന് പറഞ്ഞൊരു വലിയൊരു ഘടകമാണ്. ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം സ്പീഡ് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം നല്ലതാണ്. അതിനായിട്ട് കൂടുതൽ പ്രാക്ടീസിലേക്കും പോയി അല്ലേ? I+ന്റെ കോഴ്സുകൾ ഈ ഒരു രീതിയിലൊക്കെ പേപ്പർ 1 ആയാലും പേപ്പർ 2 ആയാലും ഒരു സ്ട്രക്ചറിൽ എത്താനൊക്കെ ഹെൽപ്പ് ചെയ്തു നിവേദ പറഞ്ഞു. ഏതൊക്കെ രീതിയിൽ ഈ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻസ് എന്ന് പറയുമ്പോൾ കുറേ
അധികം പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യുന്നവരാണ്. അത് നമ്മളെ നേച്ചറാണ്. സോ നമ്മൾ അതിൽ നിന്ന് കുറച്ചും കൂടി മാറ്റി നിർത്തുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുമ്പോഴും ഇപ്പം I+ന്റെ ക്ലാസ് ആയിക്കോട്ടെ, ആ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പോൾ 1 hour സ്പെൻഡ് ചെയ്യുന്നു, പക്ഷെങ്കിൽ അത് ചില സമയം 30 minutes ആയി മാറുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഒരു 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 എന്താ ആ ഒരു ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിൽ I+ൽ ചേർന്ന സമയത്താണ് എനിക്ക് ആ ഒരു ടൈം, ആ ഒരു 1 hour എന്നൊരു ക്ലാസ്, അത് കൃത്യം ആ 1 hour തന്നെ ആ ഒരു അവറിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഒറ്റ മിനിറ്റ് പോലും കുറക്കാണ്ട് ആ 1 hour ആയിട്ട് തന്നെ അതിന് പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിലേക്ക് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാൻ I+ സഹായിച്ചു. ഓക്കെ, ഒരുപാട് സന്തോഷം. സ്ട്രക്ചേർഡ് ആയിട്ടെല്ലാം ഒരിടത്ത് കിട്ടി, ലിമിറ്റഡ് ടൈം ആണെങ്കിൽ പോലും അത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ഹെൽപ്പ് കിട്ടി അല്ലേ? ഇനിയും ഈ പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന കുട്ടികളുണ്ടാവും, ഒരുപാട് പേര് PGയോടൊപ്പമൊക്കെ എങ്ങനെ പഠിക്കണം എന്ന് നോക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അവരോട് നിവേദന എന്താ ഒരു ചെറിയ ഉപദേശം 1 മിനിറ്റിൽ അവരോട് പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളൊന്ന് പറയാമോ? അതായത് ഞാൻ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ മാർക്സ് ഒന്നും ഞാൻ സ്കോർ ചെയ്തിട്ടില്ല. +2 ആയിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ, കൂടുതൽ മാർക്സ് ഒന്നും സ്കോർ ചെയ്തിട്ടില്ല. അപ്പം കുറേ പേരിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, ഓക്കെ ഡിഗ്രിയിൽ എനിക്ക് ഇത്ര മാർക്ക്, ഇത്ര പെർസെൻറ്റേജ് ഉള്ളൂ, അപ്പോൾ എനിക്കിത് കിട്ടുമോ, നെറ്റ് ഇത് കിട്ടുമോ, അങ്ങനെ കുറേ ആൾക്കാർ എന്നെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ അതിൽ നിന്നും കുറേ ആൾക്കാർ, അതായത് പേരൻസ്, ഫ്രണ്ട്സ്, അവരെല്ലാം മോട്ടിവേറ്റ് ചെയ്ത് നെറ്റ് നിനക്ക് കിട്ടും, നീ അത് നോക്കി കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്ത് കിട്ടും, അങ്ങനെ കുറച്ച് ആൾക്കാർ. പക്ഷെ കൂടുതൽ ആൾക്കാരും വിചാരിച്ച എന്നാൽ ഇതൊന്നും കിട്ടൂല, അത് ഭയങ്കര ടഫാണ്, നമ്മളങ്ങനെ വിചാരിച്ചാൽ ഒന്നും കിട്ടൂല, നമ്മളതിനു വേണ്ടി പുറപ്പെടണം. അതുകൊണ്ട് ആ ഒരു ഫയർ ഉള്ളിൽ ഉണ്ടാക്കുമെന്നായി അതിൻ്റെ അതിലാണ് എല്ലാവരും ലാക്ക് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മുമ്പേ ഉള്ളത് എല്ലാം പാസ്റ്റ് ഈസ് പാസ്റ്റ്. സോ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണ് കുറച്ചും കൂടി അതായത് നമ്മളെ മാറ്റിമറിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും നമ്മളെ ലൈഫിൽ. അപ്പോൾ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത്, ഇപ്പം നമുക്ക് പറ്റില്ല എന്നൊരു കാര്യം ലൈഫിലില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനെ എത്രത്തോളം ഫോക്കസ് ചെയ്യുന്ന, എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആവുന്ന, അത്രത്തോളം നമ്മൾ ആ ഒരു ഗോളിനനുസരിച്ച് നമ്മൾ ആ ഗോൾ സെറ്റ് ചെയ്യണം. എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണ് അത്രത്തോളം ആ ഗോൾ നമ്മൾ അരികെ വന്നുകൊണ്ടിരിക്കും. താങ്ക് യു നിവേദ്. വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഫിലോസഫി വളരെ സിമ്പിളായിട്ട് നിവേദ് നമ്മുടെ അടുത്ത് പറഞ്ഞു. നമ്മുടെ പാസ്റ്റ് കഴിഞ്ഞു പോയ കാര്യം പലരും, സത്യമാണ്, ഈ പാസ്റ്റിൽ തളച്ചിടപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾ ഓഫ്ലൈൻ ക്ലാസ് ആയാലും ഓൺലൈൻ ആയാലും സങ്കടം പറയാനൊക്കെ വിളിക്കുമ്പോഴും നമുക്ക് കേൾക്കാം അവരുടെ പാസ്റ്റിനെ പറ്റിയുള്ള പേടിയും. അതിൽ തളച്ചിടപ്പെട്ട മനുഷ്യന്മാരാണ്. നിവേദൻ്റെ ഈ വാക്കുകൾ തീർച്ചയായിട്ടും എനിക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. മുന്നോട്ട് നോക്കാൻ പറ്റട്ടെ, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്ന ലക്ഷ്യം നിങ്ങളെ തേടി വരും എന്നുള്ളത് ഉറപ്പാണ്. താങ്ക് യു നിവേദ്. ഇനി ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റട്ടെ മുന്നോട്ടുള്ള പഠന ജീവിതത്തിലും. ഇനിയും JRFനായിട്ടൊക്കെ പരിശ്രമിക്കണം, നല്ലൊരു കരിയറും ഉണ്ടാവട്ടെ, മ്യൂസിക്കിലും എൻജോയ് ചെയ്യുന്നതിലും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ നെറ്റ് കിട്ടിയെന്ന് വെച്ചാൽ അതൊരു എൻഡ് മാത്രമായിട്ട് അത് കണക്കാക്കാൻ പാടില്ല. നമ്മൾ ഇപ്പം ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ നെറ്റ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് എനിക്കെല്ലാം ആയിന്നല്ല, അതൊരു എൻഡല്ല, അത് കുറച്ചും കൂടി മുന്നോട്ട് പോകാനുള്ളൊരു പ്രോത്സാഹനമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്, അതവിടെ നിർത്തലല്ല. തീർച്ചയായിട്ടും JRFലേക്ക് പോകുന്ന കാര്യം നിവേദ് ഓർത്തപ്പോഴാണ് ആ ഒരു അഡീഷണൽ പോയിന്റ് കൂടി ഞാനും എപ്പോഴും പറയുന്നതാണ്. ഏത് വിജയവും നമ്മുടെ മുന്നോട്ടുള്ള വിജയത്തിലേക്കുള്ള ഫ്യൂവലാണ് അല്ലേ? അതൊരിക്കലും ഒരു എൻഡല്ല. ജീവിതം ഇനി മുന്നോട്ടേക്ക് നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുകയാണ്. അതിൽ കുതിച്ചു പായ നിവേദന് സാധിക്കട്ടെ. നിവേദൻ്റെ ഒരു ചെറിയ കീബോർഡ് വായിക്കുന്ന ഒരു ഇതുകൂടി ഞങ്ങളെ കേൾക്കാൻ I+ൻ്റെ ടീം ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളെ അനുവദിക്കണമെന്നുകൂടി റിക്വസ്റ്റ് ചെയ്യുന്നു. മുന്നോട്ടുള്ള ജേർണിയിൽ എല്ലാ നന്മകളും ആശംസിക്കുന്നു. താങ്ക് യു.